നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ കഥയാണ് തേനീച്ചയും പ്രാവും. ഒരിക്കൽ ഒരു തടാകത്തിൻ്റെ മുകളിലൂടെ പറക്കുകയായിരുന്ന തേനീച്ച അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീണു. ചിറകുകൾ നനഞ്ഞു കുതിർന്ന് പറക്കാനാകാതെ അവൾ വല്ലാതെ വിഷമിച്ചു. വെള്ളം കുടിച്ചു മരിക്കാനാണ് തൻ്റെ വിധി എന്നവൾ ഉറപ്പിച്ചു. അടുത്തൊരു മരത്തിലിരുന്ന പ്രാവ് ഈ ദാരുണ രംഗം കണ്ടു. അവൾ മരത്തിൽ നിന്ന് ഒരില കൊത്തിയെടുത്തുകൊണ്ട് ചെന്ന് തേനീച്ചയുടെ അരികിലേക്ക് ഇട്ടുകൊടുത്തു. തേനീച്ച മെല്ലെ ഇലയുടെ മുകളിലേക്ക് കയറി തൻ്റെ ചിറകുകൾ കുടഞ്ഞുണക്കി. പ്രാവിന് നന്ദി പറഞ്ഞ് അവൾ സന്തോഷത്തോടെ പറന്നുപോയി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു നാൾ തേൻ ശേഖരിക്കാൻ പൂക്കൾ തേടിയിറങ്ങിയ തേനീച്ച ഒരു കവണയിൽ കല്ലു തൊടുത്ത് ഉന്നം പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. അവൻ ആരെയാണ് കല്ലു തൊടുത്ത് വീഴ്ത്താൻ പോകുന്നതെന്ന് നോക്കിയ തേനീച്ച ഞെട്ടിപ്പോയി. അവളെ രക്ഷിച്ച പ്രാവായിരുന്നു കുട്ടിയുടെ ലക്ഷ്യം. പ്രാവാകട്ടെ അപകടമൊന്നും അറിയാതെ മരക്കൊമ്പത്തിരുന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു. തേനീച്ച വേഗം പറന്നു ചെന്ന് കുട്ടിയുടെ കയ്യിൽ ഒറ്റക്കൊത്ത്. കവണ താഴെയിട്ട് നിലവിളിച്ചുകൊണ്ട് കുട്ടി ഓടിപ്പോയി. അവൻ്റെ നിലവിളി കേട്ട് ഉണർന്നപ്പോഴാണ് പ്രാവിന് കാര്യം മനസ്സിലായത്. തൻ്റെ ജീവൻ രക്ഷിച്ച തേനീച്ചയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് പ്രാവ് പറന്നുപോയി. ഇതിൻ്റെ സാരാംശം എന്തെന്നാൽ ഒരു ഉപകാരത്തിന് എന്നായാലും പ്രത്യുപകാരം ലഭിക്കും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഹാവ് എ നൈസ് ഡേ.